പഴമരിപ്പുണ്ടെങ്കിൽ നല്ലൊരു കലത്തപ്പം ഉണ്ടാക്കിയാലോ? പണ്ട് കാലത്തൊക്കെയുള്ള അമ്മമാർ കലത്തിലൊക്കെ വെച്ച് ഉണ്ടാക്കി കൊണ്ടിരുന്നിട്ടുള്ള ഒരു അപ്പമായിരുന്നു ഇട്ടത്. നല്ലൊരു ടേസ്റ്റാണ്. പഴം വെച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റിനുള്ളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ലൊരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അപ്പമാണ് കേട്ടോ ഇത്. ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ആളുകളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. വൈകുന്നേരം കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ വിട്ട് വരുന്ന ടൈമിൽ സ്നാക്സൊക്കെ ആയിട്ട് നമുക്കൊരു കഷ്ണം കൊടുത്താൽ മതി അവരുടെ വയററിയാനൊക്കെ ആയിട്ട് കേട്ടോ. പിന്നെ നല്ല മഴയത്തൊക്കെ നമുക്കൊരു ചെറിയൊരു കട്ടൻ ചായയുടെ ഒക്കെ കൂടെ കഴിക്കാനായിട്ടുള്ള നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. ഉണ്ടാക്കാൻ പറ്റുന്നവരൊന്നും ഉണ്ടാക്കി നോക്കിക്കോ. അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ 2 ഏത്തപ്പഴമാണ് എടുത്തേക്കുന്നത്. ഒരു 4ആയിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കീറിയെടുത്തിട്ട് ഇങ്ങനെ ഒരു ചെറിയ രീതിയിൽ നമുക്കത് സ്ക്വയർ കട്ടായിട്ടൊന്ന് ഫുള്ള് ഞാനിപ്പം 2 പഴവും ഒന്ന് കട്ട് ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കുണ്ടല്ലോ ഒരു അര ഗ്ലാസ് റവ ഇട്ട് കൊടുക്കാം. അര ഗ്ലാസ് റവ ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളൂ. ഇനിയിപ്പം ഇതിനകത്തേക്ക് നിങ്ങൾക്ക് മൈദമാവ് ഉണ്ടെങ്കിൽ ഒരു അര ഗ്ലാസോളം മൈദമാവ് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത് മൈദമാവാണ് കേട്ടോ. ഇനിയിപ്പം നമുക്കൊരു ചെറിയൊരു രീതിയിൽ മധുരത്തിനായിട്ട് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. തേങ്ങാപ്പാൽ ഉണ്ടെങ്കിൽ തേങ്ങാപ്പാൽ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. തേങ്ങ അരച്ചിട്ട് നമുക്ക് ആ പാൽ പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കാം. അതല്ലെങ്കിൽ പശുവും പാലുണ്ടെങ്കിൽ നിങ്ങൾക്ക് പശുവും പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഇതുപോലെ ഒന്ന് നമ്മൾ അപ്പത്തിന് കുഴച്ചെടുക്കത്തില്ലേ, ആ ഒരു രീതിയിൽ തന്നെ ഇതുപോലെ ഒന്ന് കുറുകിയ രീതിയിലൊന്ന് കുഴച്ചെടുക്കാം. ഇത് നമുക്കൊരു 5 മിനിറ്റത്തേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. ഒന്നുകൂടെ അതൊന്ന് കുറുകി കിട്ടാണ്ട്, കാരണം റവയല്ലേ, റവ ആയതുകൊണ്ട് ഒന്ന് സെറ്റായി കിട്ടാനുണ്ട്. അപ്പോൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് ഒഴിച്ച്. ഇനിയിപ്പോൾ ഞാനിപ്പോൾ പാലിലേക്കാണ് ഉണ്ടാക്കുന്നത്, കലത്തിലല്ല. അപ്പോൾ ഞാനിപ്പോൾ ഈ പാലിലേക്ക് ഒരു കുറച്ച് നെയ്യും ഇത്തിരി വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഉരുക്കി വെച്ചിട്ട് നമ്മൾ ആ കഷ്ണിച്ച് വെച്ചേക്കുന്ന പഴം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് വരട്ടിയിട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ വരണ്ട് വന്നു കഴിയുമ്പം ചെറിയ രീതിയിലൊരു ബ്രൗണിഷ് കളറായി വന്നു കഴിയുമ്പം നമുക്ക് ആ ഒരു ഈ ഒരു പാകം മതി കേട്ടോ. ഇനിയിപ്പം നമുക്ക് ഈ ഒരു പഴത്തിനകത്തേക്ക് നമുക്ക് ശർക്കര ഉണ്ടെങ്കിൽ, കല്ലില്ലാത്ത ശർക്കരയാണെങ്കിൽ നിങ്ങൾക്കത് ഇതുപോലെ തന്നെ ധൈര്യമായിട്ട് കൊട്ടി കൊടുക്കാം. ഇനിയിപ്പോൾ കല്ലുള്ളതാണ് നമ്മൾ എടുക്കുമ്പോൾ നമുക്കറിയാമല്ലോ അതിനകത്ത് കല്ലുള്ളതാണെന്ന് അറിയുകയാണെങ്കിൽ നിങ്ങൾ അതൊന്ന് ഉരുക്കി അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ പഴത്തിൻ്റെ മുകളിലേക്ക്. അപ്പോൾ ഞാൻ ഉരുക്കാത്തത് കൊണ്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഞാൻ എടുത്ത് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ഉരുകി വരാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഉരുകി വരുമ്പം നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ട് ഒരു 2-3 ഏലക്കയും ചെറിയ ജീരകം ഉണ്ടല്ലോ, നമ്മൾ വെള്ളം തിളപ്പിക്കുന്ന കുഞ്ഞ് ജീരകം, അതും കൂടെ കൂടിയിട്ട് ഇതുപോലെ ഒന്ന് ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇത് നമ്മളിന്ന് തിളയ്ക്കുമ്പോൾ നല്ലൊരു മണമാണ്. ഇതുപോലെ ഒന്ന് കുറുകി ഒന്ന് വലിഞ്ഞ് കിട്ടും കേട്ടോ. കണ്ടില്ലേ, നല്ലൊരു മണമായിട്ട് ഇങ്ങനെ വരും. നല്ലൊരു ബ്രൗണിഷ് കളറിലായിട്ട് നമ്മൾ എന്താ ഒരു പഴമൊക്കെ വെച്ചിട്ട് നമ്മൾ അടപ്രഥമൻ ഉണ്ടാക്കത്തില്ലേ, എന്ന് പറഞ്ഞ പോലെ തന്നെ വരും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ആ കുഴച്ച് വെച്ചേക്കുന്ന റവയുടെയും മൈദമാവിൻ്റെയും ഇതുണ്ടല്ലോ, അത് നമുക്കത് ഇതുപോലെ നമ്മൾ ആ എടുത്ത് വെച്ചേക്കുന്ന അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് ഫുള്ളായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഫുള്ളായി ഒന്ന് കൂട്ടി ഇളക്കി കൊടുത്തിട്ട് നമുക്കതിനകത്തേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാൻ പറ്റുന്നവർക്ക് കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഇതിനകത്തേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത്തിരി വെളിച്ചെണ്ണ ഇതുപോലെ അതിന് മുകളിലേക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ചിട്ട് നമുക്കത് വേവിച്ചെടുക്കാം കേട്ടോ. പണ്ടുള്ള അമ്മമാരും കലത്തിലാണെങ്കിൽ ഇതിന് മുകളിൽ വാഴയില ഇട്ടിട്ട് അത് മൂടി വെച്ചെടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് കലവും വാഴയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പം പാലിൽ വെച്ചിട്ട് അത് മൂടി വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിന്ന് കുത്തി നോക്കിയിട്ട്, അപ്പോൾ ഉള്ളിൽ വെന്തിട്ടില്ലെങ്കിൽ നമുക്ക് ആ ഒരു കോലിൽ കുത്തിയിരിക്കും. അപ്പോൾ ഞാൻ കുത്തി നോക്കിയപ്പോൾ ഏകദേശം വേവ് ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാനിപ്പോൾ ഇതൊന്ന് പ്ലേറ്റിലേക്ക് കൊട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പാനിലുണ്ടാക്കുമ്പം നമ്മൾ മൂടി വെച്ച് അത് അടച്ചു വെച്ച് കൊടുക്കുമ്പോൾ ചിലപ്പം നമ്മൾ ഒരു ആവിയുടെ ഒരു വെള്ളം അതിന് മുകളിൽ വരാൻ ചാൻസ് ഉണ്ട്. അത് കുഴപ്പമില്ല കേട്ടോ, ശരിയായി കിട്ടും. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് അന്നേരം ഇത്തിരി വെള്ളം മുകളിലുണ്ടെങ്കിൽ അത് ആ വെള്ളം ഒന്ന് ഒഴിച്ച് കളഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ കൊട്ടിയാൽ മതി കേട്ടോ. നല്ല ടേസ്റ്റി തന്നെ നമുക്കത് ഒരു പീസ് മതി. വൈകുന്നേരമൊക്കെ ഇപ്പോൾ നല്ല മഴ ടൈമിലൊക്കെ ആണെങ്കിൽ ചെറിയൊരു കടിഞ്ചായയുടെ ഒക്കെ കൂട്ടത്തിൽ ഒരു പീസ് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. കുട്ടികൾക്ക് വയറ് നിറയാനൊക്കെ ആയിട്ടും വളരെ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കാണ് കേട്ടോ. അപ്പോൾ പഴമൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നത് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു പറയണം കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാ അമ്മമാരും കുട്ടികൾക്ക് ഒന്ന് ഷെയർ ചെയ്തെത്തിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. ഫോളോ ചെയ്ത ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഫോളോ കൂടി ചെയ്ത് വെച്ചേക്കണേ. ബൈ.